ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2024 T20 വേൾഡ് കപ്പ് അങ്ങനെ നമ്മൾ അടിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് 2 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കും. പക്ഷേ ആ കളി ജയിച്ചതിൻ്റെ ഹാങ് ഓവർ ഉണ്ട്, ഇതുവരെ വിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ ആ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. എന്ത് കളിയായിരുന്നു 2024 വേൾഡ് കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. 2020 വേൾഡ് കപ്പ് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആവേശകരമായൊരു കളി. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഒരു അരമണിക്കൂർ നേരം പടത്തിൻ്റെ ക്ലൈമാക്സ് പോലെ അവസാനത്തെ ഒരു അരമണിക്കൂർ നേരം ത്രില്ലടിച്ചിട്ടുണ്ടല്ലോ കളി എന്ന് വെച്ചാൽ. അസാധ്യ കളി, അസാധ്യ വിന്നിങ്. ഒരു പക്ഷേ നമ്മൾ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യ ഈ വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് എടുക്കുന്നു. കാരണം അത്രയും ആവേശമായ കളി. പലപ്പോഴും ദക്ഷിണാഫ്രിക്കയിലൊക്കെ അവിടെയൊക്കെ അവരുടെ നാട്ടിലൊക്കെ അതിൻ്റെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈവൻ കളി നടക്കുന്ന സ്ഥലത്തൊക്കെ ദക്ഷിണാഫ്രിക്ക കാണികളുടെ വികാരം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ആ കളി നമുക്ക് തിരിച്ച് കയ്യിൽ തന്ന്. സാർ 5 ഓവർ 30 റണ്ണ് വേണ്ട. പക്ഷെ നമ്മുടെ ബൗളേഴ്സ്, ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ബൗളേഴ്സ് പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ ബൗളേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും വിലയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഓവർ 30 റണ്ണ് ജയിച്ച് എതിർ ടീം ജയിച്ചെന്ന് പറയും. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളിൽ നമ്മുടെ ബൗളേഴ്സ് ഒരു വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഈ T20 വേൾഡ് കപ്പിലുള്ള നമ്മുടെ ബൗളേഴ്സ്. ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരാളെ പേര് പറയണം, ബുംറ. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബുംറ തന്നെയായിരുന്നു നമ്മുടെ വജ്രായുധം എല്ലാ കളിയിലും. അങ്ങനെ നമ്മൾ വേൾഡ് കപ്പ് ഫൈനൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് കപ്പ് ഫൈനൽ എടുത്ത് 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന നമ്മൾ അത്ര ആവേശകരമായിട്ട് നമ്മൾ ക്രിക്കറ്റ് കാണുന്ന ആളുകളാണ്. നമ്മളതൊക്കെ ചെറുപ്പം മുതൽ ഭയങ്കര ഭ്രാന്തായിട്ട് അതിന് നിങ്ങൾക്കൊരു ടീമുണ്ടായിരുന്നു. നിങ്ങൾ ആൽത്തറയിലും അമ്പലപ്പറമ്പിലും അതുപോലെ തന്നെ നമ്മുടെ പാടത്തൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ കളി, രാവിലെ കളി, ഉച്ചയ്ക്ക് കളി, വൈകിട്ട് കളി. പ്രത്യേകിച്ച് ഞാനും സൂര്യ എന്നൊരു കൂട്ടുകാരുണ്ട്, അവനൊക്കെ രാവിലെ തന്നെ ബാറ്റെടുത്ത് ഇറങ്ങി 7 മണിയാകുമ്പോൾ. ഇത്ര ആവേശകരമായിട്ട് കളി കണ്ടിരുന്ന കാലഘട്ടമാണ് നമ്മൾ. ഏത് കളിയിലും ഡേ നൈറ്റ് ആയാലൊക്കെ ഇരുന്ന് കാണാം. നമുക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ ടി വി ഉള്ളൂ. അത് സ്റ്റാർ സ്പോർട്സിൻ്റെ കളി വന്നു കഴിഞ്ഞാൽ വേറെ 1-2 വീടുകളൊക്കെ ആശ്രയിച്ച് കാണാം. പക്ഷെ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കളി വെച്ചിരുന്ന സമയമാണ്. അപ്പോൾ എല്ലാ കളികളും കണ്ടിരുന്ന സമയം, സ്കൂളിൽ പോകാണ്ട് ലീവ് എടുത്തിട്ടൊക്കെ നുണ പറഞ്ഞിട്ട് കളി കണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു വികാരമാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പ് ഫൈനൽ എടുത്ത സമയത്ത് നമ്മുടെ ഒരു റിയാക്ഷൻ ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ കളി കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, നമ്മൾ ഫിലിം സംബന്ധമായിട്ട് ഒപ്പീനിയൻ പറയുന്ന ഒരാളാണ്. എനിക്ക് ഓർമ്മ വന്നു വെച്ചാൽ ലഗാൻ എന്നൊരു ഫിലിമാണ്. ലഗാൻ എന്നൊരു ഫിലിം നമുക്കറിയാം, അമീർ ഖാൻ തന്നെയല്ലേ? യെസ്, അമീർ ഖാൻ്റെ പടം. ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും T20 വേൾഡ് കപ്പായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ആ പടത്തിൻ്റെ ക്ലൈമാക്സ് നമുക്കറിയാം. പടത്തിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും കണ്ടുള്ള പടമായിരിക്കും. ഒരുപാട് പുരസ്കാരം കിട്ടിയ പടമാണ്, ലോക നിലവാരമുള്ള പടമാണ്. വേൾഡിൽ പല സ്ഥലങ്ങളിൽ പല പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ ഈ പടം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ആവേശമുള്ളൊരു പടം കൂടിയാണ് ലഗാൻ. അപ്പം അതിൽ നമുക്കറിയാം, ഭൂനികുതി പിരിക്കുന്നതിൻ്റെ കേസ് എതിർക്കുന്നു ഒരു ഗ്രാമത്തിൽ. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു നമ്മുടെ അമീർ ഖാൻ. അങ്ങനെ അവരൊരു കണ്ടീഷൻ വയ്ക്കുകയാണ്, ക്രിക്കറ്റ് കളിച്ച് തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ നിയമം നമ്മൾ ഇല്ലാതാക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നു. അതൊരു മത്സരം നടക്കും. പക്ഷെ അവർ ദയനീയമായി നമ്മളെ പരാജയപ്പെടും. നമ്മുടെ ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ അറിയാം. പണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാൻ പോയ സമയത്തുണ്ടായ ഒരു അവസ്ഥയായിരുന്നു അന്ന്. പക്ഷേ ഇവരത് അതിനെക്കുറിച്ച് പഠിച്ചു. അതിന് വേണ്ട കാര്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, ബാറ്റ് ഉണ്ടാക്കിയിട്ട് ഫൈനലിൽ കളിക്കുന്നൊരു സീനുണ്ട്. നമ്മുടെ ചെക്കൻ്റെ പെർഫോമൻസ്, അവസാന ബോൾ 6 അടിച്ച് ജയിക്കുമ്പോൾ ചരിത്രമാണ്. അവസാന ബോൾ 6 അടിച്ച് ജയിക്കുമ്പോൾ വേറൊരു വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ നമുക്കുണ്ട്. 2011 അവസാന ബോളല്ല, 6 അടിച്ചിട്ട് ഇന്ത്യ വേൾഡ് കപ്പ് നേടി. അത് ആർക്ക് വേണ്ടിയായിരുന്നു? ധോണിയുടെ സച്ചിൻ ടെണ്ടുൽക്കർ 5ാമത്തെ 6ാമത്തെ വേൾഡ് കപ്പാണ് കളിക്കുന്നത്. ആൾക്ക് ഇതൊരു വേൾഡ് കപ്പിൽ ഭാഗമാകാൻ പറ്റിയിട്ടില്ല. വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗമാകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ വിന്നിങ് മാച്ച് അടിച്ച 6 മഹേന്ദ്ര സിംഗ് ധോണിയുടെ 100 കോടി ജനങ്ങളുടെ മനസ്സിൽ ആ 6 ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ വിന്നിങ് ഷോട്ട്, അതുപോലെ തന്നെ ലഗാൻ എന്ന ഫിലിമിലെ ആ ഷോട്ട്, 6 അടിച്ച് കളി ജയിച്ച് അവരെ ഇംഗ്ലീഷുകാരൻ നമ്മുടെ നാട്ടിൽ നിന്ന് ആ ഭൂനികുതി വ്യവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ച് അവിടുന്ന് ഇല്ലാതാക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ ഈ പടം എനിക്ക് ഈ സമയത്ത് ഓർമ്മ. ശരിക്കും ലഗാൻ്റെ ക്ലൈമാക്സും ഈ പടം തമ്മിൽ നല്ലൊരു ബന്ധമില്ലേ? ക്രിക്കറ്റ് സംബന്ധമായിട്ട് ഒരുപാട് മൂവീസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യൻ ഫിലിമിൽ വന്നിട്ടുണ്ട്. മലയാളത്തിലായിരുന്നെങ്കിൽ 1983 ഒരു പടം അറിയാം, നമുക്കറിയാം. ആ പടത്തിൽ ക്രിക്കറ്റ് ഒരു ഭയങ്കര പാഷൻ, നാട്ടുമ്പുറത്ത് ക്രിക്കറ്റ് കളിച്ച് ക്ലബിനൊക്കെ വേണ്ടി കളിച്ച് കിടക്കുന്ന ആൾ അവസാനം വീട്ടിലുള്ള പ്രാരാബ്ദം കാര്യങ്ങളൊക്കെയാണ് അത് വിട്ടിട്ട് പോകുന്നത്. പക്ഷെ അത് മകനിലൂടെ ഇന്ത്യൻ ടീമിൽ എത്ര എന്ന് ആഗ്രഹിച്ചിട്ട് ക്യാമ്പിനും കാര്യങ്ങളൊക്കെ വിടുന്നൊരു സംഭവം. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് അതിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വികാരം. അപ്പോൾ ആ പടം നമ്മൾ കണ്ടാണ്. ഒരു ധോണിയുടെ ഒരു മൂവി വന്നിട്ടുണ്ട്, ധോണിയുടെ ഹിസ്റ്ററി. ധോണി ഇന്ത്യൻ ടീമിൽ വരുന്നത്, അതിനെക്കുറിച്ചുള്ള ഭയങ്കര സംഭവങ്ങളുണ്ടായില്ലേ. ഓ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആവുന്ന പടം. അങ്ങനെ ഒരുപാട് മൂവീസ് ഉണ്ട് ക്രിക്കറ്റ് സംബന്ധമായിട്ട്. അത് ഇന്ത്യക്കാരുടെ ഒരു വികാരമാണ്, മലയാളികളുടെ ഒരു വികാരമാണ് ക്രിക്കറ്റ്. ഫുട്ബോളായാലും മലയാളികൾക്ക് ഒന്നും കൂടി കൂടുതൽ ഇഷ്ടം ഫുട്ബോളാണ്. പക്ഷേ ക്രിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ്.
ഈ വേൾഡ് കപ്പ് അടിച്ച സമയത്ത് എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. അങ്ങനെയാണ് 2 ദിവസം ഉറങ്ങിയിട്ടില്ല. ഇന്നലെ വരെ അതിൻ്റെ ഓരോ സ്റ്റാറ്റസുകൾ വെക്കുകയായിരുന്നു. അതായിരുന്നു. പിന്നെ ദ്രാവിഡിൻ്റെ കട്ട ഫാനാണ് ഞാൻ. 2003 നേടാൻ പറ്റാത്ത വേൾഡ് കപ്പ്. അപ്പോൾ ദ്രാവിഡ്, ഗാംഗുലി ഗണത്തിൽ വിടുന്ന ആളുകളാണ്. പക്ഷേ 2011 നമ്മൾ വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഇവരൊന്നും ടീമിൻ്റെ പാർട്ടായിരുന്നില്ല. പക്ഷേ നമ്മളന്ന് വേൾഡ് കപ്പ് ഉയർത്തി. 1983 ശേഷം 2ാമത് വേൾഡ് കപ്പ് ഇന്ത്യ എടുത്തു. ഇപ്പോൾ അതിനുശേഷം T20 വേൾഡ് കപ്പ് പറഞ്ഞെടുത്തു. ICC ഇൻ്റർനാഷണൽ വേറെ വേൾഡ് കപ്പ് വരുന്നത് അതടിച്ചിട്ടുണ്ട് ധോണിയുടെ തന്നെ. ഇപ്പോൾ വീണ്ടും T20 വേൾഡ് കപ്പ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദ്രാവിഡിനെ സംബന്ധിച്ച് ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്നൊരു വേൾഡ് കപ്പാണിത്. കാരണം ആൾ ടീമിൻ്റെ പരിശീലകനായിട്ട് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷനാണ്. ആളുടെ മുഖത്തുള്ള ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. 2003 ഭാഗമായി ടീമിൽ 96 കളിക്കാറിങ്ങിയത് കൂട്ടുകാരെ. പക്ഷേ ഒരു വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോറായിട്ടുണ്ട് ആൾ. പക്ഷേ അത് വേൾഡ് കപ്പ് എടുക്കാൻ പറ്റില്ല. 2 വേൾഡ് കപ്പുകളിൽ സെമിയിലെത്തിയിട്ടുണ്ട്, ഫൈനലിലെത്തിയിട്ട് നമുക്ക് കങ്കാരിപ്പടാതിന് മുമ്പിൽ പരാജയപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു പ്രതികാരം കൂടിയാണ്. അതുപോലെ ഈ വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് നമ്മുടെ 2-3 ആൾക്കാർ ശരിക്കും ഹിറ്റ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ കോഹ്ലി, കിങ് കോഹ്ലി, രവീന്ദ്ര ജഡേജ, രാഹുൽ ദ്രാവിഡ്, ഇനിയൊരു ആളും വിരമിക്കൽ പ്രഖ്യാപിച്ച പോലെയാണ്. ഇനി ഉണ്ടാവും നമുക്കറിയില്ല. ഇവരൊക്കെ അവസാന T20 വേൾഡ് കപ്പാണിത്. അതുകൊണ്ട് ഒരുപാട് ഇമോഷൻസ് ഉള്ളൊരു വേൾഡ് കപ്പാണ്. പിന്നെ ഈ വേൾഡ് കപ്പിൽ കിട്ടിയ ഒരുപാട് താരങ്ങളുണ്ട്. ഇന്ത്യയുടെ 11 പേരെന്ന് വെച്ചാൽ ഒന്നിനൊന്ന് മെച്ചമാണ്. ഫീൽഡിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും. പക്ഷേ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച്, ബുംറയുടെ വിക്കറ്റ്, എല്ലാവരും മോനെ എല്ലാ പ്രതിസന്ധികളിലും തരണം ചെയ്ത് അവസാന മാച്ച് വിന്നിങ് മാച്ചായിട്ട് കോഹ്ലിയുടെ ഇന്നിങ്സ്, അതൊക്കെ എല്ലാം എടുത്തു പറയേണ്ടത്. ഓൾറൗണ്ട് പെർഫോമൻസ് ചെയ്ത് ഒരുപാട് പേരുകൾ. അപ്പോൾ എല്ലാ ബൗളേഴ്സ്, ഹാർദിക്കിനൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഇമോഷൻസ്, ആൾക്ക് IPL സമയത്ത് നേരിടേണ്ട പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ട് ഈ വേൾഡ് കപ്പ് വിൻ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എക്സൈറ്റ്മെൻറ്റ് നമ്മൾ അവരെ മുഖത്ത് കണ്ടു. ഇത് വല്ലാത്തൊരു ഇമോഷനായിരുന്നു. ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്ന 140 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയായിരുന്നത്. ദക്ഷിണാഫ്രിക്ക തോറ്റത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വേൾഡ് കപ്പുകളിൽ ഫൈനലും സെമിയും വരെ എത്തിയിട്ട് ഭാഗ്യമില്ലാത്തൊരു ടീമെന്ന് പറയുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പ് ഞാൻ കളി തുടങ്ങുന്ന സമയത്ത് ദക്ഷിണാഫ്രിക്ക അല്ലേ ജയിച്ചാലും കുഴപ്പമില്ല ചിന്തിച്ചിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ചിന്തിച്ചു ദ്രാവിഡ് ഒരു വേൾഡ് കപ്പ്, കോഹ്ലി T20 കോഹ്ലി വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്, രോഹിത് ഭാഗമായിട്ടുണ്ട്. പക്ഷെ എന്നാലും T20 വേൾഡ് കപ്പ് പടിയിറങ്ങുന്ന സമയത്ത് അത് ദ്രാവിഡിന് വേണ്ടി കൊടുത്തൊരു സംഭവം തന്നെയായിരുന്നു. ഈ കളി കണ്ട് ത്രില്ലടിക്കാത്തൊരു മലയാളി പോലെ, ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് പോലെ ത്രില്ലടിക്കാത്തൊരു മലയാളി ഇന്ത്യക്കാരനില്ല എന്ന് പറയാം. മറ്റു പല രാജ്യങ്ങളിലെ ആളുകൾ വരെ സ്റ്റേഡിയത്തിൽ ആവേശം നമ്മൾ കണ്ടു. കളി കാണാൻ വന്നില്ല. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുള്ള കാണികൾ വരെ ആവേശം നമ്മൾ ആ ഗ്രൗണ്ടിൽ കണ്ടു. ഒരുപാട് ഇമോഷൻസും ഒക്കെ നടന്നൊരു കളിയായിരുന്നു. ആവേശം അങ്ങറ്റം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കളി കഴിഞ്ഞ് ഉറങ്ങിയിട്ട് പിറ്റത്തെ നേരം വെളുത്തിട്ട് ഇന്ത്യ ജയിച്ചൂലേ എന്നൊക്കെ പറഞ്ഞു അത്രയും മനസ്സിലിങ്ങനെ കിടന്ന് ആറാടുമായിരുന്നു. അപ്പോൾ അത്രയും അടിപൊളി ഒരു വേൾഡ് കപ്പാണ് തന്നത്. ഒരുപാട് താരങ്ങൾക്ക് അവസരം കിട്ടാൻ വേണ്ടിയാണ്. കോഹ്ലിയുടെ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു. അവസാനം പുതിയ താരങ്ങൾ വരുന്നുണ്ട്, അവർക്ക് അവസരം കിട്ടാൻ കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കൽ കൂടിയാന്നൊക്കെ പറഞ്ഞത് ഒരു സംഭവമാണ്. ഹിറ്റ്മാൻ എല്ലാ ഇന്നിങ്സും അടിപൊളിയായിട്ട് കളിച്ച്. സൂര്യകുമാർ യാദവ്, ഒരുപാട് പേരുണ്ട്. പന്ത്, അതുപോലെ തന്നെ നമ്മുടെ മലയാളിയെ സഞ്ജു വീണ്ടും ഒരു റെക്കോർഡ്, കളിക്കാതെ റെക്കോർഡിൻ്റെ ഭാഗമായിരിക്കുകയാണ്. എന്താ സംഭവം നമുക്കറിയാം. വേൾഡ് കപ്പ് എടുത്തൊരു മലയാളിയുണ്ട്, ശ്രീശാന്ത് വേൾഡ് കപ്പ് 2020 എടുത്ത സമയത്ത് ഒരു ക്യാച്ചിൻ്റെ നിർണായക ക്യാച്ചിൻ്റെ ഭാഗമായി. അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഫൈനലിൽ ആൾ കളിച്ചിരുന്നു 2011. അപ്പോൾ ഇപ്പോൾ സഞ്ജുവിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടായിട്ട് കളിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാലും നമുക്ക് അഭിമാനിക്കുക, അങ്ങനെ ഒരു 3 മലയാളികളുണ്ട്, നമുക്ക് അഭിമാനിക്കുക എന്നുള്ള ടീമിൻ്റെ ഭാഗമായിരുന്നു സഞ്ജുവിൻ്റെ അഭിമുഖം തന്നെ നമുക്ക് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്ന വലിയൊരു സംഭവമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും സഞ്ജുവിന് അവസരങ്ങൾ ഇനിയും തേടി വരും. നമ്മുടെ IPL പെർഫോമൻസ് നമുക്കറിയാം. പന്ത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്കില്ല പറയാൻ പറ്റില്ല. കീപ്പിങ്ങിന് ചില അപാകതകളൊക്കെ നമ്മൾ കണ്ടെങ്കിൽ കൂടി പന്തിന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. കോഹ്ലിയുടെ ഫോം ഔട്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തൊരു പക്ഷേ പന്തിനായിരിക്കും. പക്ഷേ ഫൈനലിൽ ചെക്കൻ തിരിച്ചു വന്നു. കോഹ്ലിയുടെ പേര് കിങ് കോഹ്ലി എന്നാണ്. ഇന്ത്യൻ ഇന്നിങ്സുകളിൽ ഒരുപാട് ഇന്ത്യ എവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ടായാലും കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയൊക്കെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അടിപൊളി വേൾഡ് കപ്പ്, ത്രില്ലിംഗ് വേൾഡ് കപ്പ്. ഒരുപാട് കളിക്കാരെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. ഓരോ കളിക്കാരും 11 കളിക്കാരും. അതുപോലെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച്, ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞ വിശേഷണങ്ങൾ ഒരുപാടാണ്. രാഹുൽ ദ്രാവിഡ്, താങ്ക് യു. നമുക്ക് ഇനിയും ദ്രാവിഡ് ക്യാപ്റ്റൻ ഇമോഷൻസ് ദ്രാവിഡ് ഇനിയും നമ്മുടെ കോച്ചിൻ്റെ സ്ഥാനത്തോടെ വേണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം അയാളൊരു സംഭവമാണ്. എത്ര കളിക്കാരെ ഡെവലപ്പ് ചെയ്തു. യുവരാജ് സിംഗ് കെയ്ഫ് മുതൽ അങ്ങനെ കൊണ്ടുവന്ന് ആ അണ്ടർ 19 മുതൽ കൊണ്ടുവന്നുള്ള കളിക്കാരനാണ്.
ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടും കോച്ചായിട്ടും പല രീതിയിൽ ആൾ ഭയങ്കര സപ്പോർട്ടീവാണ് ഇന്ത്യ ടീമിനായിട്ട് നിന്നത്. എന്തായാലും രാഹുൽ ദ്രാവിഡും കളമൊഴിയാന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഹിറ്റ്മാൻ ആയാലും കോഹ്ലി ആയാലും ജഡേജയൊക്കെ ഒരു വർഷം അവസാനത്തെ 2020 വേൾഡ് കപ്പാണെന്ന് ഏകദേശം അവർ തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ഇനിയും അവർ എന്തായാലും ഒടിയിലും അതുപോലെ ടെസ്റ്റിലൊക്കെ കാണും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കളമൊഴിഞ്ഞ് കൊടുക്കുകയാണ്. നമുക്കൊക്കെ അറിയാം പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മാരത്തോൺ ഇന്നിങ്സ് കളിച്ചുകൊണ്ട് ഇത്ര കൊല്ലങ്ങൾ കളിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇന്നതല്ല, കളിക്കാരുടെ എണ്ണം കൂടി വരികയാണ്, ഓപ്പർച്യൂണിറ്റീസ് കൂടി. അപ്പോൾ കളിക്കാർ ഒന്നിനൊന്ന് മെച്ച IPL പോലുള്ള കളികളിലൊക്കെ പുതിയ പുതിയ താരങ്ങൾ വരികയാണ്. അപ്പോൾ പെർഫോം ചെയ്യുന്നതിന് അവസരമുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ക്രിക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ഭാഗത്ത് ODIയിലും ടെസ്റ്റിലൊക്കെ വരെ നമുക്ക് കാണാനും പറ്റുമല്ലോ. അപ്പോൾ അതിഗംഭീരം ഇന്ത്യ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലഗാൻ. അപ്പോൾ ലഗാൻ എന്നൊരു ഫിലിമിൻ്റെ ക്ലൈമാക്സ് പോലെയായി ഈ വേൾഡ് കപ്പ്. അപ്പോൾ അത് പറയണമെന്ന് തോന്നി വീഡിയോയിലൂടെ. നമ്മൾ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ. ഓക്കെ, ഇന്ത്യ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. മുകേഷ്.